ഇത് കറങ്ങും. ഹിൽസ് കയറില്ലേ? ഇല്ല. ആ സൂപ്പറല്ലേ? സാറേ, ആ ഷിബുവിനെ എത്രയും പെട്ടെന്ന് പിടിക്കണം സാർ. അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൈവിട്ട് പോയാ അവന് പ്രാന്താ സാറേ. ഇതിനു മുമ്പ് അവൻ ഒരിക്കലും ഭ്രാന്തലകില്ല. അവൻ്റെ കൂട്ടുകാരനെ കാള കുത്തിക്കൊന്ന ദിവസം അന്ന് അവൻ എന്താ ചെയ്തെന്നറിയോ? ആ കാളയെ അവൻ ജീവനോടെ കത്തിച്ചു. അന്ന് അവന് 7 വയസ്സേ ഉള്ളൂ സാറേ. ഇന്നവൻ്റെ പ്രായം അതല്ല, അവന് ചെയ്യാൻ കഴിയുന്നതും അതല്ല. മാമനെ കണ്ടോ? മാമനെ കണ്ടോ? ഇപ്പൊ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ്. ഒരു ബലൂൺ തരുവോ പ്ലീസ്? അവന്റെ പകയിപ്പ ഈ നാട്ടുകാരോടാണ്. ഇപ്പൊ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല, നാളെ ഈ കുറുക്കം മൂല ബാക്കിയാണില്ല. എല്ലാരെയും വിളിച്ചടേ, അവന്മാരൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ എല്ലാം കത്തി തീരും. ഡേയ് നീ ഒന്നേ, നീ എന്ത് തരം ജീവിയാണെന്നോ ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നെന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നും എനിക്കറിയില്ല. നമ്മുടെ നാട് അപകടത്തിലാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്. മിണ്ടരുത്, നീ അന്വേഷിച്ചിടത്തോളമൊക്കെ മതി. അതെ, ഞങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, പറ്റാത്തോണ്ടാ. ഷിനോജെ, നിന്നോട് എത്ര നാളായിട്ട് ഞാൻ പറയുന്നത് ഈ പൂട്ടൊന്ന് ശരിയാക്കി വെക്കണമെന്ന്. നിനക്കൊക്കെ ഇവിടെ വേറെ എന്തുവാ പണി? സാറേ, അത് വല്ലപ്പോഴും അങ്ങനെ പറ്റാറുള്ളൂ. ഞാൻ മാക്സിമം ട്രൈ ചെയ്താ. എടോ, ആ കമ്പിപ്പാരം കണ്ടെടുത്തോ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ.
അപ്പന്റെ പുതിയ നാടകത്തിന്റെ പേരാ മോനെ. മിന്നൽ മുരളി എന്താ ചെയ്യാ? ആപത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്ന ആളാണ് ഈ മിന്നൽ മുരളി. അപ്പൊ അയാള് ദൈവമാണോ? ദൈവമല്ല, പക്ഷെ ദൈവത്തിന് എത്താൻ പറ്റാത്തടത്ത് അവനെത്തും. എനിക്കും മിന്നൽ മുരളി ആവാൻ പറ്റുമോ? അതിന് നീ ഒരുപാട് വളരണം, പ്രകാശിക്കണം. ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾക്ക് നിന്നെ പ്രതീക്ഷയോടെ നോക്കാൻ പറ്റണം. അങ്ങനെയൊരു ദിവസം വന്നാൽ നീ മിന്നൽ മുരളിയാവും, ഈ നാടിന്റെ രക്ഷകൻ.